പൂർണ്ണമായും ബി.ജെ.പിയെ ഇത്തവണ കൈവിട്ടു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. രാകേഷ്, ഉത്തർപ്രദേശിന്റെ വലിയ സംസ്ഥാനങ്ങൾ മുതൽ തന്നെ നോക്കാം. ഉത്തർപ്രദേശിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ഇതാണ് യു പിയുടെ നിലവിലെ രാഷ്ട്രീയ ഭൂപടം. അതായത് യു പിയിൽ ആകെ 80 സീറ്റെങ്കിൽ സഖ്യം നോക്കുകയാണെങ്കിൽ അവിടെ ഇന്ത്യ സഖ്യത്തിനാണ് കൂടുതൽ സീറ്റ്. അതായത് 43 സീറ്റിൽ ഇന്ത്യ സഖ്യമാണ്. NDA 36 സീറ്റ്, മറ്റുള്ളവർ 1. BSP ഇത്തവണ സീറ്റുകളില്ല. അതായത് 2014 ആവർത്തിച്ചു. പക്ഷേ 2014 20% വോട്ട് BSPക്ക് ഉണ്ടായിരുന്നെങ്കിൽ BSPയുടെ വോട്ട് ശതമാനവും ഇത്തവണ വലിയ രീതിയിൽ കുറവ് വന്നിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യ സഖ്യത്തിനാണ് സീറ്റുകൾ. സഖ്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യ സഖ്യമാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയിട്ടുള്ളത്. അതിൽ തന്നെ ഇന്ത്യ സഖ്യത്തിൽ സമാജ്വാദി പാർട്ടിയാണ് വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ളത്. സമാജ്വാദി പാർട്ടി മത്സരിച്ചത് 63 സീറ്റിലാണ്. അവിടെ 37 സീറ്റുകൾ വിജയിക്കാൻ സമാജ്വാദി പാർട്ടിക്ക് സാധിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ തവണ BSPയുമായി സഖ്യമുണ്ടാക്കി സമാജ്വാദി പാർട്ടിക്ക് ലഭിച്ചത് 5 സീറ്റാണെന്ന് കൂടി ഓർക്കണം. അപ്പോൾ 37 സീറ്റ് സമാജ്വാദി പാർട്ടി ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ വലിയ മുന്നേറ്റം സമാജ്വാദി പാർട്ടി നടത്തിയിരുന്നു. കഴിഞ്ഞ തവണ ഒറ്റ സീറ്റിലാണ് കോൺഗ്രസ് വിജയിച്ച റായ്ബറേലി. അവിടെ നിന്ന് സഖ്യത്തിന്റെ ഗുണം ഏതായാലും കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട്. 6 സീറ്റിലേക്ക് കോൺഗ്രസും അവരുടെ നില മെച്ചപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇനി NDAയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ BJPക്ക് വലിയ തിരിച്ചടി UP നൽകിയതാണ് ഈ ചിത്രം വ്യക്തമാക്കുന്നത്. അതായത് കഴിഞ്ഞ തവണ 62 സീറ്റുകൾ BJP ഒറ്റയ്ക്ക് വിജയിച്ചെങ്കിൽ ഇത്തവണ BJPക്ക് 33 സീറ്റുകളിലാണ് വിജയിക്കാൻ സാധിച്ചത്. അതായത് നഷ്ടം സംഭവിച്ചിട്ടുള്ളത് 29 സീറ്റാണ്. UPയിൽ അതുകൊണ്ട് തന്നെ വലിയ പ്രഹരം BJPക്ക് ഉണ്ടായിരിക്കുന്നു. RLD 2 സീറ്റാണ് ആ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ചത്. 2 സീറ്റിൽ വിജയിക്കുന്നു. അപ്നാദൾ സോണലാൽ വിഭാഗം 2 സീറ്റിൽ മത്സരിക്കുന്നു, 1 സീറ്റിൽ വിജയിക്കുന്നു. അങ്ങനെ അവിടെ നഷ്ടം സംഭവിച്ചിട്ടുള്ള ഏതായാലും BJPക്കാണ്. BJPയുടെ ഒരു മൊത്തം ടാലിയിൽ തന്നെ അത് പ്രകടമാണ്. കാരണം പൊതുവെ നമ്മൾ UP പിടിച്ചാൽ ഇന്ത്യ പിടിക്കാമെന്ന് പറയാറുണ്ട്. 2014-ലും 2019-ലും അത് തന്നെയാണ് BJPയുടെ വലിയ വിജയ നിർണായകമായെങ്കിൽ ഇത്തവണ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം BJPക്കില്ല. അതിന് പ്രധാനപ്പെട്ട കാരണമായി UPയിലെ തിരിച്ചടിയെ കണക്കാക്കാം. പക്ഷേ ഇതിൽ കിരൺ, ഒരു വളരെ രസകരമായ ഒരു ഫാക്ടർ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലുടനീളം ഒരു വലിയൊരു അലിഗേഷനായി പ്രധാനമന്ത്രിക്കെതിരെ വന്ന അദ്ദേഹം മുസ്ലിം വിരുദ്ധം അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധത പ്രയോഗങ്ങൾ പലതും നടത്തി. അത് തിരിച്ചടിയായി എന്നൊക്കെ കണക്ക് കൂട്ടുന്നവരുണ്ട്. അത് ഒരു വലിയൊരു കാരണം കഴിഞ്ഞ നമ്മളിപ്പോൾ ഒരു ഇന്ത്യ മൊത്തം എടുക്കുകയാണെങ്കിൽ ഒരു 103 മണ്ഡലങ്ങളിലാണ് ഈ ന്യൂനപക്ഷങ്ങൾക്കൊരു 20% മുകളിൽ സീറ്റുള്ള മണ്ഡലങ്ങൾ. അപ്പോൾ അവിടെ കഴിഞ്ഞ തവണ BJPക്ക് 54 സീറ്റുകളിൽ നിന്ന് അത് ഇത്തവണ 44 സീറ്റിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു, 37 സീറ്റിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു എന്താ മുസ്ലിം 20% സീറ്റ് അവിടെ രാകേഷിന് അതിൻ്റെ ഫിഗർ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? മുകളിൽ 40-20. മനു, അതിനകത്ത് മറ്റൊരു വിഷയം അതൊന്ന് കണക്കുകളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40% മുകളിൽ സീറ്റ് മുസ്ലിം ഭൂരിപക്ഷമുള്ള ന്യൂനപക്ഷ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ 30 സീറ്റുകളാണ് കണക്കാക്കുന്നത്. അതിൽ ഇന്ത്യ സഖ്യത്തിന് വലിയ മുന്നേറ്റമുണ്ട്. 21 സീറ്റുകൾ, അതായത് ബീഹാർ ഒപ്പം തന്നെ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് ആ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള മേഖലകൾ, ഒപ്പം തന്നെ കശ്മീരിലെ 2 മണ്ഡലങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. പടിഞ്ഞാറൻ UP വരുന്നുണ്ട്. അങ്ങനെ മൊത്തം 30 സീറ്റുകൾ. അതിൽ 21 സീറ്റുകളിൽ ഇന്ത്യ സഖ്യം മുന്നേറ്റം നടത്തിയിരിക്കുന്നു. NDAക്ക് 5 സീറ്റാണുള്ളത്. പക്ഷേ അത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വലിയ കുറവായി കാണുന്നില്ല. ഒറ്റ സീറ്റിലാണ് അത് കുറവുള്ളത്. മറ്റുള്ളവർ 4 സീറ്റുകളും നേടിയിട്ടുണ്ട്. ഇനി 20% മുകളിൽ ന്യൂനപക്ഷ അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ മൊത്തം സീറ്റുകൾ 103. അതിൽ 53 സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടിയിട്ടുണ്ട്. അതായത് 2019 അപേക്ഷിച്ച് 15 സീറ്റുകളുടെ വർധനം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊരു വലിയ ചേഞ്ചാണ്. NDA സംബന്ധിച്ച് 11 സീറ്റുകൾ കുറഞ്ഞ് NDA 45 സീറ്റുകളിലേക്ക് എത്തുന്നു. മറ്റുള്ളവർ 5 സീറ്റുകളും വിജയിച്ചിരിക്കുന്നു. ഇതാണ് 20% കേരളം അടക്കം ഉൾപ്പെടുന്ന കണക്കാണല്ലേ? കേരളത്തിലെ ചില മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് മലബാറിലും മണ്ഡലങ്ങളുണ്ട്, വയനാട് അടക്കമുള്ള മണ്ഡലങ്ങളുണ്ട്, പശ്ചിമ ബംഗാളുണ്ട്, UPയുടെ പടിഞ്ഞാറൻ മേഖലകളുണ്ട്, ഒപ്പം അസമിലെ ചില ഭാഗങ്ങളുണ്ട്, ജമ്മു കശ്മീരുണ്ട്. എനിക്ക് തോന്നുന്നത് മനു, അതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയം ഈ UPയിൽ ഇങ്ങനെ ഒരു സഖ്യത്തിന് ഒരു വിജയം ഉണ്ടാകാൻ കാരണം കോൺഗ്രസിന്റെയും SP-യുടെയും സഖ്യമാണ്. സാധാരണ ഇതിൽ വലിയ ചോദ്യം ഉയർന്നതാണ്. കോൺഗ്രസ് SP നേരത്തെ മധ്യപ്രദേശിലൊക്കെ മത്സരിക്കുമ്പോൾ 1 സീറ്റെങ്കിലും തരൂ എന്ന് പറഞ്ഞപ്പോൾ അതുപോലും തരാതെ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചാണ്.
പക്ഷെ അങ്ങനെ ഒരു കോൺഗ്രസിനോട് യു പിയിൽ കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ മാത്രം ജയിച്ച 6.7% നിയമസഭയിൽ വോട്ട് മാത്രം ലഭിച്ച കോൺഗ്രസിന് 17 സീറ്റുകൾ നൽകിയാണ് SP ഒരു സഖ്യമുണ്ടാക്കിയത്. അപ്പോൾ SP യുടെ നേതാക്കളുടെയൊക്കെ ഒരു പൊതു വിലയിരുത്തൽ എന്ന് പറയുന്നത് ഈ യു പിയുടെ ഒരു അവസ്ഥ, യു പിയിലെ മുസ്ലിം വിഭാഗത്തിൽ ഒരു നല്ല ശതമാനം നേരത്തെ മുലായം സിംഗ് യാദവിനോട് മുലായത്തെ മുലായം എന്നൊക്കെ കളിയാക്കിയൊക്കെ വിളിക്കുന്ന ആളായിരുന്നു. മുസ്ലിങ്ങളുടെ നേതാവ് കൂടിയാണ് മുലായം. ആ മുലായത്തിൽ നിന്ന് SP-യിൽ നിന്ന് അത് കോൺഗ്രസിലേക്ക് വലിയ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഈ ഷിഫ്റ്റിനെ മുസ്ലിം വോട്ട് കൂടി ലഭിക്കാതെ SP-ക്ക് ജയിക്കാൻ കഴിയില്ല എന്നതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ വിശാലമായ ഒരു സഖ്യത്തിലേക്ക് SP പോയതെന്നും അതുകൊണ്ടാണ് 17 സീറ്റ് വരെ കോൺഗ്രസിന് കൊടുത്തുകൊണ്ട് തന്നെ ഒരു വലിയ വിശാല അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഒരു സഖ്യമാണെന്ന് ആലോചിക്കണം. പക്ഷെ അതെനിക്ക് തോന്നുന്നു SP-യുടെ ഒരു പിന്നാക്ക OBC വോട്ട് പ്ലസ് ഈ മുസ്ലിം വോട്ട് പ്ലസ് പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു പിയിലെ എല്ലാ മണ്ഡലങ്ങളിലും ഒരു 1 ലക്ഷമോ അല്ലെങ്കിൽ 1.5 ലക്ഷമോ ഒക്കെ വോട്ട് ഉള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് അവിടെ ജയിക്കാത്ത സാഹചര്യത്തിലാണ് ആ വോട്ട് പുറത്ത് മറ്റു പാർട്ടികൾക്കൊക്കെ പോകുന്നത്. ആ വോട്ടുകൾ കൂടി സമാഹരിച്ചു. അതോടൊപ്പം തന്നെ ഈ BSPയുടെ വോട്ടിന് നിർണായകമായ കുറവുണ്ട്. എപ്പോഴും 18-19%, ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിലും 18-19% ഈ തെരഞ്ഞെടുപ്പിൽ അപ്രസക്തമാണെന്ന് തന്നെ പറയാം. BJPയുടെ ഒരു B ടീം എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ കുറെ സ്ഥലങ്ങളിൽ SP മത്സരിക്കുന്നിടത്തും കോൺഗ്രസ് മത്സരിക്കുന്നത് മുസ്ലിം കാൻഡിഡേറ്റിനൊക്കെ ഇട്ട് ഒക്കെ നോക്കുമ്പോഴും ആ മുസ്ലിം കാൻഡിഡേറ്റുകൾക്ക് പോലും അങ്ങനെ ഒരു BSPയുടെ ഒരു പ്രതാപം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഭരിച്ച ഒരാളാണ് മായാവതി എന്നറിയണം. ആ മായാവതിയുടെ ഒരു പൂർണ്ണമായി അസ്തമിച്ചു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായത്. ഒരു തരത്തിൽ എനിക്ക് തോന്നുന്നു അഖിലേഷ് യാദവിന്റെ ഈ കാൽക്കുലേഷൻ ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കാനും ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ഇന്ത്യയിൽ ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞൊരു പാർട്ടി അത് SP ആണ്. ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ അത് അഖിലേഷ് യാദവ് ആണ്. മറ്റുള്ളവർക്ക് ആർക്കും ഈ തരത്തിലേക്ക് ഒരു വൻപിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. 5 സീറ്റുകളിൽ നിന്ന് 36 സീറ്റുകളിലേക്കല്ലേ 36 സീറ്റുകളിലേക്കുള്ള വളർച്ച. ഉത്തർപ്രദേശിന്റെ പല ഫേസുകളിൽ ഇതിന്റെ അതൊന്ന് സ്പെസിഫിക് ആയി നോക്കാം. കാരണം ഈ അവസാനത്തെ ഫേസിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ ഒരു ആവേശം നമുക്ക് പ്രകടമായിരുന്നു ഉത്തർപ്രദേശിൽ. കാരണം അവിടെ രാഹുൽ ഗാന്ധി പങ്കെടുത്ത യോഗത്തിൽ ആളുകൾ വരുന്നു, സ്റ്റേജ് തകർന്നു വീഴുന്നു എന്നൊക്കെ ഉള്ള ഒരു സാഹചര്യം. ഈ ഫേസ് 1 ലോക്സഭ ഉത്തർപ്രദേശിൽ നോക്കുകയാണെങ്കിൽ അത് ഈ ഫൈനൽ ഫേസുമായി ബന്ധപ്പെടുമ്പോൾ അത് എന്തുതരം മാറ്റം വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.